മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണവും ആദരിക്കൽ ചടങ്ങും നടന്നു. താനൂർ നഗരസഭ ജനകീയാസൂത്രണം 2025-26 മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്കുള്ള ഫർണിച്ചർ വിതരണം നടന്നു. അഞ്ചുടി ഹെൽത്ത് സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CKM ബഷീർ അധ്യക്ഷത വഹിച്ചു. താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ 500 വിദ്യാർത്ഥികൾക്ക് നമ്മൾ മേശയും കസേരയും വിതരണം ചെയ്തു. ഈ 2 വർഷത്തിനിടക്ക് 1000 വീടുകളിലേക്കാണ്, 1000 കുട്ടികൾക്കാണ് മേശയും കസേരയും നഗരസഭ വിതരണം ചെയ്യുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു ഭരണസമിതിയായിരിക്കും താനൂരിലേത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മുൻ വർഷങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പും, അതുപോലെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 200-ലധികം പേർക്ക് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല നൽകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 56 കുടുംബങ്ങൾക്ക് വിധവകളായ മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് വീട് റിപ്പയറിന് പണം നൽകാനും ധനസഹായം നൽകാനും 50,000 രൂപ വീതം നൽകാനും ഈ ഭരണസമിതിയുടെ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് 1 കോടി രൂപയിലധികമാണ് ഈ 4-4.5 വർഷത്തിനിടയിൽ നഗരസഭ മത്സ്യത്തൊഴിലാളി ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്ന കാര്യം നിങ്ങളെ മുന്നിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. CK സുബൈദ, ഷംസുദ്ദീൻ, വാർഡ് മെമ്പർ ജസ്ന ബാനു, ഫൈസൽ, താനൂർ ഫിഷറീസ് FEO സജീർ എന്നിവർ സംസാരിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കേരള തീരത്ത് താനൂരിലെത്തിച്ച മത്സ്യത്തൊഴിലാളികളെയും ആദരിച്ചു. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.